ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഝാൻസിയിലാണ്. ചരിത്രമുറങ്ങുന്ന ഝാൻസി റാണി എന്നൊക്കെ കേട്ടില്ലേ? ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇനി ഇവിടുന്ന് ഏകദേശം 4 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം ആഗ്രയിലേക്ക് എത്താൻ. ഏകദേശം 234 കിലോമീറ്റർ ആണ് ആഗ്രയിലേക്കുള്ളത്. ഝാൻസിയിൽ ഞങ്ങൾ ഇന്നലെ റൂമെടുത്ത ഒരു സ്ഥലമാട്ടത്. ഞങ്ങളെ റൂമിൻ്റെ ഉള്ള ഒരു പാർക്കൊക്കെയാണ്, കുറേ മാവൊക്കെ ഉണ്ട്. അതുപോലെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല കിടിലൻ ആംബിയൻസിലാണ് അവർ ചെയ്തിട്ടുള്ളത്. രാത്രിയിൽ ഭയങ്കര വിഷ്വൽസ് ആണ്. ഒരുപാട് എന്താ പറയുക, ഒരു ഫാം സ്റ്റേ ഒക്കെ പോലെ ഒരു സംഭവം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റൂമൊക്കെ തന്നെയാണ്. പല സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. പക്ഷികളോ ഇതൊക്കെ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. അത് ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ, അതേപോലെ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യാനും ബർത്ത്ഡേ പാർട്ടി ആയാലും മാരേജ് ഫങ്ഷനുകളായാലും ഇതിനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നല്ല ഒരു ഭയങ്കര ഫീലുണ്ട്. ഇതൊക്കെ കണ്ടോ, ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ, ഒരു കാം ആൻഡ് കൂൾ അറ്റ്മോസ്ഫിയർ കേട്ടോ. ഓക്കെ, ഇത് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ഒരു കല്യാണങ്ങളും ഫങ്ഷനൊക്കെ വെക്കുന്ന ഒരു അടിപൊളി ഒരു സ്ഥലമാട്ടത്. ഇത് ഇവരുടെ ഒരു ഹോളാണ്. ഈ കാണുന്ന ഒരു ഹോളാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ചില്ലായിട്ട് വന്ന് ഇവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ഓപ്ഷൻ, ഒരു പാർട്ടിയൊക്കെ സെറ്റപ്പ്. ഭയങ്കര രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. ട്രാക്ടറിന്റെ ഒരു ചെറിയൊരു വേർഷൻ, ഒരു ചെറിയ രൂപം. ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ എന്തൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഒരു ട്രാക്ടറിന്റെ ഒക്കെ ഒരു ലുക്കിൽ ഒരു ചെറിയ ടോയ്സ് പോലെ ഒരു സംഭവം ഉണ്ട്. ടോയ്സ് അല്ല, എന്തായാലും സംഭവം അടിപൊളിയാട്ടോ, കൊള്ളാം. ഇനി നമുക്ക് ഝാൻസിന്ന് നമുക്ക് നേരെ പോകേണ്ടത് ആഗ്രയിലേക്കാണ്. ആഗ്രയിൽ നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. താജ്മഹൽ എന്തായാലും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നാളെ രാവിലത്തെ ഫസ്റ്റ് ഇതിൽ പോകാനാണ് പരിപാടി. ഏകദേശം 4:30 മുതൽ അവിടെ ഓപ്പണിംഗ് ആണെന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യണം. ഓൺലൈനിൽ ബുക്ക് ചെയ്തില്ല. അപ്പോൾ രാവിലത്തെ ഒരു ആംബിയൻസിൽ താജ്മഹൽ കിട്ടുകയാണെങ്കിൽ അതെല്ലാം അടിപൊളി. അപ്പോൾ അതിനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്തായാലും ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആഗ്ര ഫോർട്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. അത് ഇന്ന് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. ബാക്കി താജ്മഹൽ മെയിൻ ഒരു സംഭവമാണ്, അത് നമുക്ക് നാളെ കാണാം. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസം നമ്മൾ ഏകദേശം ഒരു 1000 മുകളിൽ കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഓടിയിട്ടുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ആദിലാബാദ് മുതൽ ആന്ധ്രയിലെ തെലങ്കാനയിലെ ആദിലാബാദ് മുതൽ നമ്മൾ നേരെ പോയത്. ആദിലാബാദ് കഴിഞ്ഞ് പിന്നെ നാഗ്പൂർ മഹാരാഷ്ട്ര, അത് കഴിഞ്ഞ് നമുക്ക് ഉത്തർപ്രദേശിലെ കുറേ സ്ഥലങ്ങളൊക്കെ അത് കഴിഞ്ഞ് നാഗ്പൂർ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മധ്യപ്രദേശിൽ കൂടുതലും ഫോറസ്റ്റ് ഏരിയകളൊക്കെ കൂടുതലുള്ളത്. അതിലൂടെ അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് ഉത്തർപ്രദേശിലേക്കാണ്. ഉത്തർപ്രദേശും കുറച്ച് കവർ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ റൂം എടുക്കാനുള്ള പ്ലാൻ ചെയ്തു. പിന്നെ ഝാൻസിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ ലക്ഷ്യം ആഗ്രയാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരയായ വനിതയായ ഝാൻസി റാണിയുടെ മണ്ണിലൂടെയാണ് നമ്മുടെ യാത്ര. നമ്മുടെ ലക്ഷ്യം ആഗ്രയാണെങ്കിൽ നമുക്ക് ഝാൻസിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഝാൻസി കോട്ട. ഝാൻസി കോട്ടയുടെ തൊട്ടടുത്തായിട്ട് തന്നെ റാണി മഹൽ ഉണ്ട്. ഝാൻസി റാണി താമസിച്ചിരുന്ന കൊട്ടാരങ്ങളാണ് രണ്ടും. അപ്പോൾ നമുക്ക് രണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. നമുക്ക് അധികം സമയങ്ങളൊന്നുമില്ല. എന്തായാലും ഝാൻസിയിൽ വന്നാൽ നമുക്ക് എന്തായാലും കാണേണ്ട 2 സംഭവങ്ങളാണ് ഈ ഝാൻസി കോട്ടയും അതേപോലെ തന്നെയാണ് ഈ മഹലും, റാണി മഹലും. ഈ ഒരു വണ്ടി ശ്രദ്ധിച്ചാൽ നമ്മുടെ ഓട്ടോറിക്ഷ പോലെ തന്നെ ഉണ്ട്, പക്ഷെ ഓട്ടോറിക്ഷൻ്റെ അത്ര വലുപ്പമില്ല. ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു വണ്ടി. സംഭവം കാണാൻ നല്ല അടിപൊളിയാട്ടോ. എന്താന്ന് വെച്ചാൽ ഉത്തർപ്രദേശ് ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് കാണാം. ഈ ഒരു ഏരിയ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഒരുപാട് കാണാം. എന്താണ് ഈ വണ്ടി കറക്റ്റ് പേരെനിക്കറിയില്ല. ഝാൻസി ടൗൺ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം കേട്ടോ, സൈഡിലായിട്ട് ഇങ്ങനെ ഝാൻസി കോട്ടയുടെ ചുമരുകളാണ്, വലിയ വലിയ മതിലുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സംഭവം കണ്ടോ, നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. നമ്മുടെ മലബാർ ഗോൾഡ്, അതും ഝാൻസിയിൽ ശരിക്കും നമ്മൾ ഞെട്ടിച്ചിട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെയൊന്നും. നമുക്ക് ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം.
സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ജാൻസി ടൗണിന്റെ നടുക്കാണുള്ളത്. അപ്പോൾ ഞങ്ങൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയാത്തതുകൊണ്ട് നമുക്ക് ഈ കോട്ട എന്തായാലും ഒന്ന് കാണണം. കോട്ടയം അതേപോലെ റാണിമാര് കാണാൻ പറ്റും, അതേം കാണണം. അതായത് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. റാണി ലക്ഷ്മിബായി പാർക്ക്, ജർണ ഗേറ്റ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പൊ ഞങ്ങൾ വന്ന ഈ കറക്റ്റ് ആണ്. അങ്ങനെ ദൂരെ നമുക്ക് ജാൻസി കോട്ടയുടെ ഒരു ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഏകദേശം ജാൻസി കോട്ടയുടെ മുമ്പിലെത്തിട്ടോ. ജാൻസി ഫോർട്ടിന്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഭയങ്കര സംഭവമാട്ടോ അതൊക്കെ. ശരിക്കും ഈ ഒരു കോട്ടേന്റെ ഒക്കെ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിക്കും. ആ കാലത്തൊക്കെ ഉള്ള ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രക്ഷയില്ല കേട്ടോ. ശരിക്കും ഇതിന്റെ ഒക്കെ ഒരു പ്രൗഡി എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയാ, അന്നത്തെ ഒരു കൺസ്ട്രക്ഷന്റെ ഒരു ക്വാളിറ്റിന്റെ ഒരു ലെവലാണ് ഞാൻ ഞെട്ടിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ജാൻസി കോട്ടയുടെ റോഡ് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ മാത്രം കേട്ടോ. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇതിന്റെ തൊട്ടടുത്തിട്ടാണ് റാണിമലൊക്കെ ഉള്ളത്. ഇവിടെ ഒരു ബോർഡിൽ ഇതാ ഫുൾ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. ജാൻസി ഫോർട്ട് ഇങ്ങനെ ഇതാ ഒന്നായിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സിറ്റി ചർച്ച്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സെയ്യാർ ഗേറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ കയറിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഇന്ത്യയുടെ വീരചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്ന അതിമനോഹരമായ ജാൻസി ഫോർട്ടിന്റെ മുമ്പിലാട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാട്ടോ. എന്താണെന്നറിയില്ല, ഒരു വല്ലാത്തൊരു അഭിമാനമൊക്കെ തോന്നുന്ന ഒരു നിമിഷമാണ് ഇത് കേട്ടോ. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ എടുത്ത് ഭാഗത്തായിട്ട് കാണുന്ന ഒരു കോട്ടവാതിലാട്ടോ. ഈ കോട്ടയുടെ ഉള്ളിലേക്ക് കയറുന്ന വേറൊരു വാതിലാണ്. ഇതുപോലത്തെ ഒരുപാട് വാതിലുകൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ കാണാം. ഇതാണ് ഒരു മെയിൻ എൻട്രൻസ്. നമ്മൾ ഈ ദൂരെ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. സംഭവം എന്തായാലും അടിപൊളിയായിട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇവിടെ കയറാൻ. ഇന്ന് വലിയൊരു തിരക്കുള്ള ദിവസമൊന്നുമല്ല, അതുകൊണ്ട് അധികം ടൂറിസ്റ്റുകളൊന്നുമില്ല. അതൊരു കണക്കിന് നന്നായി തന്നെ പറയാം. ഓവർ ക്രൗഡൊന്നുമില്ല. വാക്കുകൾ കൊണ്ടൊന്നും വർണ്ണിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളിവിടെ വന്ന് നേരിട്ട് ഇത് നമുക്കൊരു ഫീൽ ചെയ്യണം. അപ്പോഴേ ഇതിൻ്റെ ഒരു എന്താ പറയാ, ഒരു രക്ഷയില്ല. നമുക്ക് ഇത് ശരിക്കും നമ്മൾ അനുഭവിച്ചറിയന്നെ വേണം. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ഒരു കോട്ട ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നുകൂടിയാണ്. ജാൻസി നഗരത്തിന്റെ ഹൃദയഭാഗത്തായിട്ട് കുന്നും മുകളിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1613 ഓർച്ച രാജവംശത്തിലെ രാജാവായ ബിർസിംഗ് ദിയോ ആണ് ഈ കോട്ട നിർമ്മിച്ചത്. ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് കോട്ടയുടെ രൂപകൽപ്പനയൊക്കെ ഉള്ളത്. ഉയരമുള്ള കൽമതിലുകളും ശക്തമായ കവാടങ്ങളും വലിയ ബുർജകളും എന്നും ഇതിന്റെ ഒരു പ്രതാപം വിളിച്ചോർത്തുന്ന രീതിയിലാണ് ഇതിന്റെയൊക്കെ നിർമ്മാണം. ഈ കോട്ടയെ ലോക പ്രശസ്താക്കിയതിന്റെ നിർമ്മാണം മാത്രമല്ല കേട്ടോ, മറിച്ച് ഇവിടെ നടന്ന വീരചരിത്രമാണ്. 1887 സമയത്ത് ജാൻസി റാണി, അതായത് റാണി ലക്ഷ്മിബായി, ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടമാണ് ഈ കോട്ടയെ ശരിക്കും ചരിത്രത്തിൽ ഇടം പിടിക്കാൻ കാരണം. ഈ ഭാഗത്ത് കുറച്ച് ഗാർഡനൊക്കെ കാണട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഈ ഭാഗത്ത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജമ്പിങ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ജാൻസി റാണി എൻ്റെ കുഞ്ഞായിട്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചാടിയ ഒരു സ്പോട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കോട്ടയ്ക്ക് ഉള്ളിലേക്ക് കടക്കാം. ഇവിടെ കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ട്. ബ്രിട്ടീഷുകാർ ജാൻസി കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ റാണി ലക്ഷ്മിബായി ഒരിക്കലും കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല. അവരുമായിട്ട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതായ സമയത്ത് തൻ്റെ കുഞ്ഞുമായിട്ട് ജാൻസി റാണി ഈ കോട്ടയുടെ ഒരു വലിയ മതില് കുതിരപ്പുറത്ത് കയറി കുഞ്ഞിനെയും കൂട്ടി ചാടിയ എന്നൊക്കെയാണ് പറയാൻ ഒരു ചരിത്രമുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പഴയകാല പീരങ്കികള്, ആയുധശേഖരങ്ങള്, അതേപോലെ ക്ഷേത്രങ്ങള്, സൈനികരുടെ നിരീക്ഷണ കേന്ദ്രങ്ങള്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാം. എന്നാൽ ശരിക്കും അധികം സന്ദർശകരൊന്നും ഇല്ല കേട്ടോ ഈ ഭാഗത്ത്. അതുകൊണ്ട് നമുക്ക് വളരെ ലാവിഷായിട്ട് നമുക്ക് ഇവിടെ കാണാം. നമ്മൾ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. ഈ ഭാഗത്ത് കണ്ടോ ഒരു ചെറിയൊരു ഇരുട് മൂടിയൊരു സ്ഥലം. ഇതിൽ താഴോട്ടൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. ശരിക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. നല്ലൊരു ഡീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്. പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചതായിരിക്കാം. ഇപ്പൊ അധികം ഉപയോഗിക്കുന്നില്ല എന്നതുകൊണ്ട് ഈ ഭാഗത്തേക്കൊന്നും ആരും പോയില്ല എന്ന് തോന്നുന്നുണ്ട്. നല്ല ഇരുട്ടാണ്. അതേപോലെ ഭയങ്കര ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ. ഈ വവ്വാലിന്റെ ഒക്കെ ഒരു ചൂര് സ്മെല്ല് കൂടുതൽ. ഇങ്ങനെ വവ്വാലുകൾ ഇങ്ങനെ ഒരുപാട് ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശരിക്കും നമുക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു ഫീലാട്ടോ.
ഒരു ശ്വാസം മുട്ടുന്നൊരവസ്ഥ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മെല്ല് നമുക്ക് അധികം നേരം ശ്വസിക്കി നിൽക്കാൻ പറ്റില്ല. നമുക്ക് വേഗം അടുത്ത ഭാഗത്തേക്ക് പോവാം. സംഭവം എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അതൊക്കെ. ഒരുപാട് വവ്വാലുകളുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ. അധികം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇതാണ്ടോ ഇതിന്റെ മുകളിലൊക്കെ അങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും അധികം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിപ്പ വൈറസ് ആയിട്ട് വരേണ്ടി വരും. അപ്പൊ നമുക്ക് നല്ല അടുത്ത ഭാഗത്തേക്ക് പോവാം. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സെറ്റപ്പ് ഇട്ടോ ഭയങ്കര. ഇതിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഗാർഡനും കുറച്ച് ഏരിയകളൊക്കെ അങ്ങനെ നന്നായിട്ട് കാണാം. സംഭവം അടിപൊളിയാട്ടോ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ജമ്പിങ് സ്പോട്ടില്ലേ, ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിന്റെ ഒരു കോട്ടന്റെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ഝാൻസി നഗരം ഇങ്ങനെ കാണാട്ടോ. ഇവിടെ ഏറ്റവും ഹൈറ്റുള്ള ഒരു ഭാഗത്ത് ഒരു കുന്നിൻ മുകളിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഫുള്ളായിട്ട് ഝാൻസി പട്ടണം മുഴുവനായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. സംഭവം എന്തായാലും ഒരു അടിപൊളി ഒരു കാഴ്ച തന്നെയാണിത്. ഈ ഒരു ഭാഗത്താട്ടോ ജമ്പിങ് സ്പോട്ട് ഉള്ളത്. ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുള്ള കറക്റ്റ് ഒരു സ്പോട്ടിൽ അവിടെ ബോർഡുണ്ട്. അതിൽ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് തൻ്റെ കുഞ്ഞിനെയും കൂട്ടി കുതിരപ്പുറത്ത് നിന്ന് നേരെ ഈ മതിലെടുത്ത് ചാടി എന്നൊക്കെയാണ് നമുക്ക് ചരിത്രത്തിൽ അറിയാൻ പറ്റിയത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് ചാടിയത്. ചരിത്രത്തിന്റെ താളുകളിൽ ഇന്നും ജ്വലിക്കുന്ന ഒരു പേരാണ് ഝാൻസി റാണിയുടേത്. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതീകമായി അവർ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ധൈര്യത്തോടെ പോരാടിയ ഝാൻസി റാണിയുടെ കഥ ഇന്നും ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ ജ്വലിക്കുന്ന ഒരു അധ്യായമാണ്. സ്വാതന്ത്ര്യത്തിനായി ജീവൻ സമർപ്പിച്ച ആ ധീരവനിതയ്ക്ക് ആദരാഞ്ജലി സമർപ്പിക്കുന്നു. തൽക്കാലം നമുക്ക് ഝാൻസി കോട്ടയോട് വിട പറയാം. ഇനി നമുക്ക് പോകാനുള്ളത് റാണി മഹലാണ്. നമ്മുടെ ലക്ഷ്യം ആഗ്ര ആയതുകൊണ്ട് നമുക്ക് അധികം സമയം ഇവിടെ ചെലവഴിക്കാനില്ല. ഈ കാണുന്നതാണ് റാണി മഹൽ. നമ്മള് ഝാൻസി കോട്ടയിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരമൊക്കെ ഉള്ളൂ ഈ റാണി മഹലിലേക്ക്. റാണി ലക്ഷ്മിബായിയുടെ രാജകൊട്ടാരമായിരുന്നു ഇത്. ഝാൻസി നഗരത്തിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണിത്. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മനോഹരമായ ഒരു രാജകൊട്ടാരമാണിത്. വർണ്ണാഭമായ ചുമർ ചിത്രങ്ങളും കൊത്തുപണികളും കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൊട്ടാരം. ഇന്ന് ഇതൊരു പുരാവസ്തു മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഝാൻസിയുടെ ഹൃദയഭാഗത്ത് ചരിത്രത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു കൊട്ടാരം. വീരനായികയായ റാണി ലക്ഷ്മിബായിയുടെ ഓർമ്മകൾ ഇന്നും ഈ ചുമരുകളിൽ ജീവിക്കുന്നു. ഓരോ മുറിയും ഓരോ ചിത്രവും ഇന്ത്യയുടെ അഭിമാനകരമായ ചരിത്രത്തിന്റെ കഥകൾ പറയുന്നു. അങ്ങനെ നമ്മൾ ചരിത്രമുറങ്ങുന്ന ഝാൻസി നഗരത്തോട് വിട പറയുകയാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം ആഗ്രയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ആഗ്രയിലെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം.